ഇത് ഒരു സംസ്ഥാനം ഭരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ ഭരണമാണ്. കാരണം ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് 2019 അതിനുശേഷം വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള അമെൻമെൻറ്റ്സ് ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ ശക്തി മാത്രമേ ഈ പറയുന്ന സ്റ്റേറ്റ് അസംബ്ലിക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനുള്ളൂ. BJP പറഞ്ഞുകൊണ്ടിരുന്ന പുറത്തും അന്താരാഷ്ട്ര തലത്തിലും നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പയിനുകളൊന്നും കശ്മീരിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതെന്തോ മഹത്തായ ഒരു ജനാധിപത്യ ചുവടുവെപ്പാണ് എന്ന് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. കശ്മീർ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ ഈ 370യുടെ കാര്യം വിട്ടേക്കും, 370 തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നൊക്കെയാണ് ഉമർ അബ്ദുള്ള പറയുന്നത്. ഇതൊരു സാധാരണമായിട്ടുള്ളൊരു സംസ്ഥാനമെങ്കിലും ആകാതെ ഇതെന്തെങ്കിലും ജനാധിപത്യപരമായ ഒരു മുന്നേറ്റമാണ് എന്നിതേക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമാണ് അതിനകത്തുള്ളത്. PDP അതിന് പുറത്താണ്. അവർക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 48 സീറ്റാണ് ഏറ്റവും ഒടുവിൽ ലീഡ് നല്ല 41 നാഷണൽ കോൺഫറൻസിനും 7 കോൺഗ്രസിനും അങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇവർ ഇനിയിപ്പോൾ PDPയും കൂടെ അവരെ കൂടെ നിൽക്കുകയെന്ന് വിചാരിക്കുക, കംഫർട്ടബിളായിട്ട് അവർക്ക് ഭരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴും നിഷാദ് ഇത് കാര്യം കാണേണ്ടത് ഇത് ഒരു സംസ്ഥാനം ഭരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ ഭരണമാണ്. കാരണം ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് 2019 അതിനുശേഷം വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള അമെൻമെൻറ്റ്സ് ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ ശക്തി മാത്രമേ ഈ പറയുന്ന സ്റ്റേറ്റ് അസംബ്ലിക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനുള്ളൂ. ഡൽഹിയിൽ നോക്കൂ, ഡൽഹി എന്താണ് ക്യാപിറ്റൽ ടെറിട്ടറി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നല്ലോ. അതിലൂടെ എന്താ സംഭവിച്ചത്? അവിടെയുള്ള ഒരു വകുപ്പ് സെക്രട്ടറിയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ പോലും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്ത വിധം മുഖ്യമന്ത്രിക്ക് മേൽ ലഫ്റ്റനൻറ്റ് ഗവർണർ കളിക്കുന്ന നമ്മൾ കാണുന്നത്. സമാനമായ രീതിയിൽ ജമ്മു കാശ്മീരിൻ്റെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു. ഫാറൂഖ് അബ്ദുള്ള ഉമർ അബ്ദുള്ള നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതുകൊണ്ട് ഒരു സംസ്ഥാനം ഒരു BJP ഇതര മുന്നണി ഭരിക്കാൻ പോവുകയാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ പെടരുത്. കുറച്ചും കൂടെ ഒരു എൻലൈറ്റൻഡ്, കുറച്ചും കൂടെ ഒരു എംപവേർഡ് മുനിസിപ്പാലിറ്റി. നിയമനിർമ്മാണത്തിനൊക്കെ ഭയങ്കര നിയന്ത്രണമാണ്. ഡൽഹിയേക്കാൾ ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കുന്നൊരു സംവിധാനമാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ ഡിബേറ്റ് കാശ്മീർ സംഘടനകൾ നേരത്തെ നടന്നിരുന്നു. നമ്മൾ ഈ പൂർണ്ണമായ സ്റ്റേറ്റ്ഹുഡ് അതും വന്നതിന് ശേഷം മതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടത്, അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ആശയം അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഉമർ അബ്ദുള്ള ആശയം ഉയർത്തിയ ആളാണ്. എന്ന് മാത്രമല്ല പൂർണ്ണമായ സ്റ്റേറ്റ്ഹുഡ് ലഭിക്കാതെ, സംസ്ഥാന പദവി ലഭിക്കാതെ ഞാൻ മത്സരിക്കില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് അയാൾ. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുറച്ച് രാജ്യസഭാ അംഗങ്ങളെ അയക്കാൻ പറ്റും. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ NCക്ക് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് വിജയിപ്പിക്കാൻ പറ്റുന്നല്ലാതെ ഒരു ജനാധിപത്യ ഇതിൽ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയില്ല. നോക്കൂ, അതിന് തകർക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് അതിന് തകർക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇവർ അതിനെല്ലാം മറികടന്ന് ജനങ്ങളുടെ വോട്ട് വാങ്ങി നാഷണൽ കോൺഗ്രസ് സഖ്യം വിജയിക്കുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കിംഗ് തന്നെയാണ്. ജമ്മു മേഖലയിൽ പോലും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേക്കാൾ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ജയറാം രമേശ് പറയുന്നത് വാലിയിലാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത്. നേരത്തെ നിഷാദ് പറഞ്ഞവർ അവിടെ ഹാപ്പിനെസ് കൊണ്ടുവന്നു, ടൂറിസം വന്നു, ടൂറിസത്തിന് വഴിമാറി. ഇതാണ് അവർ പറഞ്ഞത്, ടൂറിസത്തിന് വഴിമാറി എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ PR ക്യാമ്പയിൻ നമ്മൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നത്. അതൊന്നും വാലിയിൽ ഏശിയിട്ടില്ല. അവിടെയുള്ള പലതരത്തിലുള്ള സംഘാടനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പഹാടികളെ STയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ വേറെയും പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ 1987 ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമി അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ആളുകളായിരുന്നു. അവർ 10ഓളം സീറ്റുകൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട്. ഗുലാം നബി ആസാദിൻ്റെ പാർട്ടി DPAPO ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടി മത്സരിക്കുന്നു. നമ്മുടെ എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി. എഞ്ചിനീയർ റാഷിദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങേര് ജയിലിൽ കിടന്നിട്ട് ബരാമുള്ള എന്ന് പറയുന്ന ഒരു സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബരാമുള്ളയിൽ ഉമർ അബ്ദുള്ളയെ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച മനുഷ്യരാണ്. അപ്പോൾ അത്രയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളൊന്നാണത്. പക്ഷെ അങ്ങേരുടെ ഈ അവാമി ഇത്തിഹാദ് പാർട്ടി
അവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാനാർത്ഥി നിർത്തി, അതൊന്നും എവിടെ എത്തിയില്ല. ഈ ലെഗസി വാലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെഗസി പാർട്ടിയായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ് എന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഒരു ആധികാരികത നോക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ 60% മേൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അതും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. 20%, 22%, 23% നടന്നിരുന്ന സ്ഥലത്ത് 60% മേൽ വോട്ടിംഗ് നടന്നു. ഇത്രയും പഴക്കവും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടും നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ ഒരു മെയിൻ സ്ട്രീം പാർട്ടിയായിട്ട് ഇന്ന് നാഷണൽ കോൺഫറൻസ് അതിൻ്റെ സാധ്യത ഇപ്പോഴും അവിടെ നിൽക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെയാണ് അതേപോലെയാണ് കാശ്മീരിനെ സംബന്ധിച്ച് നാഷണൽ കോൺഫറൻസ് പറയുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ വിജയമാണ്. അവരുടെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു. BJP പറഞ്ഞുകൊണ്ടിരുന്ന പുറത്തും അന്താരാഷ്ട്ര തലത്തിലും നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പയിനുകളൊന്നും കശ്മീരിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതെന്തോ മഹത്തായ ഒരു ജനാധിപത്യ ചുവടുവെപ്പാണ് എന്ന് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. കശ്മീർ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ ഈ 370യുടെ കാര്യം വിട്ടേക്കും, 370 തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നൊക്കെയാണ് ഉമർ അബ്ദുള്ള പറയുന്നത്. ഇതൊരു സാധാരണമായിട്ടുള്ളൊരു സംസ്ഥാനമെങ്കിലും ആകാതെ ഇതെന്തെങ്കിലും ജനാധിപത്യപരമായ ഒരു മുന്നേറ്റമാണ് എന്ന് ഇതേക്കുറിച്ച് പറയാൻ പറ്റില്ല.